45 ദിവസമായി ഒരു മനുഷ്യൻ ഗാർഹിക വിമത വൈദികരുടെ ഗാർഹിക പീഡനത്തിന് ഇരയായി നിൽക്കുമ്പോൾ എവിടെ പോയി നമ്മുടെ മനുഷ്യത്വം? കുർബാനയെ തള്ളിപ്പറഞ്ഞ്, സഭയെ തള്ളിപ്പറഞ്ഞ്, ജനാഭിമുഖ കുർബാനയുടെ പേരിൽ ഏത് കാട്ടാളത്തരവും ഉളുപ്പില്ലാതെ ചെയ്തു കൂട്ടുന്ന കള്ളക്കത്തനാരുമാരെ ലോഹ ഊരിച്ച്, അണ്ടർവയർ ഊരിച്ച് നടു റോഡിലൂടെ ഇവരെ ഓടിക്കണമായിരുന്നു. വൈദിക ഗാർഹിക പീഡനം, ഈ വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അധികമാരും കേട്ട് കാണാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കത്തനാരുമാർ, ചുരുക്കം പറഞ്ഞാൽ വെള്ള നൈറ്റിയിട്ട പിശാചുക്കൾ, അവർ സ്പോൺസർ ചെയ്യുന്ന പ്രത്യേകതരം ഒരു പീഡന പരമ്പര, ഒരു പീഡന പരിപാടിയാണ് വൈദിക ഗാർഹിക പീഡനം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രതിസന്ധി വിഷയം തുടർച്ചയായ 3 വർഷത്തെ വിമത വൈദികരുടെ സഭാധിക്കാര പ്രവർത്തനങ്ങളെ പിന്നിട്ട് 2025 പുതുവർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിമത വൈദികരുടെ ഗാർഹിക പീഡനത്തിന്റെ ഇര ആരാണ് എന്ന് ചോദിച്ചാൽ, തൃപ്പൂണിത്തുറ ഇടവക ദൈവാലയത്തിൽ, കൊറോണ ദൈവാലയത്തിൽ സീറോ മലബാർ സഭയുടെ പരമപരിശുദ്ധമായ ആരാധനാക്രമം കുർബാന നടപ്പിലാക്കുവാനായി എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവ് നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററായ കുര്യൻ ഭരണികുളങ്ങര എന്ന് പറയുന്ന അച്ഛനാണ് എറണാകുളത്തെ വിമത വൈദികരുടെ ഗാർഹിക പീഡനത്തിന്റെ ഏറ്റവും പുതിയ ഇര. ആരാണ് ഇതിന്റെ സ്പോൺസേഴ്സ് എന്ന് വ്യക്തമായി ഞാൻ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അച്ചാരത്തിന്റെ ആദ്യ ചരട് പിടിച്ചിരിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, തൃപ്പൂണിത്തുറ കൊറോണ ദൈവാലയത്തിലെ വിമത വികാരി ജോഷി വേഴേപ്പറമ്പിൽ, ഫാദർ എന്ന് പറയുന്നില്ല, കാരണം പിശാചുക്കളെ ഫാദർ എന്ന് കൂട്ടി അഭിസംബോധന ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ വിമത പാതിരി, അവിടുത്തെ കൊച്ചച്ഛൻ റോബിൻ വാടപ്പള്ളി. അങ്ങനെ 2 കള്ളക്കത്തനാരുമാരുടെ നടുക്കൊരു മുറിയിൽ ഇരയായ കുര്യൻ ഭരണികുളങ്ങര അച്ഛൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്നു. കുടിവെള്ളമില്ല, ഭക്ഷണപാനീയമില്ല, അവനവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിറവേറ്റാനായി ഒരു വൃത്തിയുള്ള ബാത്റൂം പോലുമില്ലാതെ ഗാർഹിക പീഡനത്തിന് ഇരയാവുകയാണ് കുര്യൻ ഭരണികുളങ്ങര അച്ഛൻ. കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ജോഷി വേഴേപ്പറമ്പിൽ എന്ന് പറയുന്ന കത്തനാരും റോബിൻ വാടപ്പള്ളി എന്ന് പറയുന്ന കത്തനാരും ഇരുവശങ്ങളിൽ നിന്ന് 2 മുറികളിൽ നിന്ന്, 2 മുറികളിലും 2 മുറികളും AC മുറികൾ, 24 മണിക്കൂറും AC ഇട്ട് ആ AC-യുടെ പുറന്തള്ളുന്ന ചൂട് കാറ്റ് അടിക്കുന്നത് ഈ കുര്യൻ ഭരണികുളങ്ങര അച്ഛന് കൊടുത്തിരിക്കുന്ന മുറിയിലാണ്. ആക്രി സാധനങ്ങൾ പറക്കിയിടുന്ന മുറികൾക്ക് സമാനമായ ഒരു മുറിയിൽ 14 ദിവസമായി ഒരു വൈദികൻ കഴിഞ്ഞുകൂടുന്നതിന്റെ ഒരു ദുരിത അവസ്ഥ, ഒരു ഗതികേട്, പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്കത് മനസ്സിലാവുകയില്ല. ഒരു സീനിയർ സിറ്റിസനായ കുര്യൻ ഭരണികുളങ്ങര അച്ഛൻ നിരവധി ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ള ആളുകൂടിയാണെന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കുര്യാച്ചന്റെ മുറിക്ക് പുറത്ത് രാപകലില്ലാതെ 2 കത്തനാരുമാരും എറണാകുളത്തെ വിമത വൈദികരും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലുള്ള 10-30 ഗുണ്ടകൾ, ഇടവക ഗുണ്ടകൾ, ഇതിന് പുറമേയുള്ള ആളുകൾ എനിക്കറിയില്ല, അച്ഛനെ കാണാൻ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും കാണാൻ ചെന്നാൽ അവരുടെ അഡ്രസ്സ് വേണം, അനുവാദം വാങ്ങിക്കണം, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവരില്ലാത്ത സമയത്ത് പുറമെ നിന്നുകൊണ്ട് കുര്യൻ ഭരണികുളങ്ങര അച്ഛനെ തെറി വിളിക്കുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണോ ഒരു വൈദികൻ ഇതുപോലെ പട്ടാപ്പകൽ പോലും പീഡിപ്പിക്കപ്പെടുന്നത്? ഇത്രയും വലിയൊരു മനുഷ്യാവകാശ ലംഘനം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന്റെയും ഇരയായി ഒരു പാവം വൈദികൻ സഭയെ അനുസരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സഭയുടെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വന്നപ്പോൾ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എവിടെ തൃപ്പൂണിത്തുറ ഇടവക ജനങ്ങൾ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ ഇടവക കാക്കനാട് ദേവാലയത്തിൽ ആയിരുന്നുവെങ്കിൽ ഒരു രാത്രി പോലും ഈ വേഴേപ്പറമ്പിലും റോബിൻ വാടപ്പള്ളിയും ആ പള്ളിയിൽ ഉണ്ടാകുമായിരുന്നില്ല. തുരപ്പനെ പുകച്ച് പുറത്തു ചാടിക്കുന്നത് പോലെ ആ പള്ളിയിൽ നിന്ന് ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും പണ്ടേ പുകച്ച് പുറത്തു ചാടിക്കുമായിരുന്നു. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വൈദികനെ നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇടവക സമൂഹത്തിന്റെ പ്രസക്തി എന്താണ്? ഒരു കത്തോലിക്ക സഭയിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്.
പലപ്പോഴും മറ്റൊരു ഇടവകയിൽ ചെന്ന് അവരുടെ പള്ളിയിൽ കയറാനോ അവിടെ അച്ഛന്മാരെ പോച്ച് പൊറത്തിയാടിക്കാനോ മറ്റിടവകക്കാർക്ക് സാങ്കേതികമായ പല തടസ്സങ്ങളുമുണ്ട്, നിയമപരമായ പല പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറക്കാരെ ഇടവകക്കാരെ കുറ്റം പറയുന്നതല്ല. 10-15 ദിവസമായ ഒരു മനുഷ്യൻ ഗാർഹിക വിമത വൈദികരുടെ ഗാർഹിക പീഡനത്തിന് ഇരയായി നിൽക്കുമ്പോൾ എവിടെ പോയി നമ്മുടെ മനുഷ്യത്വം? കുർബാനയെ തള്ളിപ്പറഞ്ഞ്, സഭയെ തള്ളിപ്പറഞ്ഞ്, ജനാഭിമുഖ കുർബാനയുടെ പേരിൽ ഏത് കാട്ടാളത്തരവും ഉളുപ്പില്ലാതെ ചെയ്തു കൂട്ടുന്ന കള്ളക്കത്തനാരുമാരെ ലോഹ ഊരിച്ച്, അണ്ടർവയർ ഊരിച്ച് നടു റോഡിലൂടെ ഇവരെ ഓടിക്കണമായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനം സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടണം, ആളുകൾ സംസാരിക്കണം, കേരള ജനത സംസാരിക്കണം, വിശ്വാസികൾ ഏറ്റെടുക്കണം, പൊതുസമൂഹം ഏറ്റെടുക്കണം, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, നീതിന്യായ സംവിധാനങ്ങൾ ഏറ്റെടുക്കണം, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണം, അച്ഛന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവർ അവർ ഏറ്റെടുക്കണം. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഇത്രയും കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പോൾ എറണാകുളത്തെ കള്ളക്കത്തനാരുമാർ ടോർച്ചിൽ ഏത്തപ്പഴവും കുത്തിനിറച്ച് അങ്കമാലിയിൽ നിരാഹാര ഉപവാസത്തിനൊരുങ്ങുകയാണ് കൈതക്കോടന്റെ നേതൃത്വത്തിൽ. അതേക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. തൽക്കാലം നിർത്തുന്നു. അച്ഛന് നീതി കിട്ടണം. ഏതെല്ലാം മാർഗങ്ങൾ ആരെല്ലാം ഉപയോഗിച്ചാലും സഭാ നേതൃത്വം അച്ഛന് നീതി ഉറപ്പാക്കണം.